മുത്തായിട്ട് എൻ്റെ അമ്മച്ചിൻ്റെ ഏട്ടനാവും, മുത്തിൻ്റെ അച്ഛൻ, അങ്ങനെ ബന്ധക്കാരാണ്. നമുക്ക് സംഭവം അറിഞ്ഞത് 12 മണിക്ക് അറിഞ്ഞതാണ്, രാത്രി 12 മണിക്ക് അറിഞ്ഞതാണ് സംഭവം. അപ്പോൾ തന്നെ വന്നിട്ട് ഇവിടെ തന്നെ രാത്രി കടന്നിട്ട് എല്ലാ സൈറ്റിലേക്ക് നമ്മൾ പോയത്. അങ്ങനെ പറഞ്ഞ് സാറുമാർ പറഞ്ഞ് അങ്ങനെ പോയിട്ട് കണ്ണൂർ പോയി ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടായി, വേറെ ഒന്നുമില്ല. മുത്തിനും ഭാര്യനും കഴിഞ്ഞ് 1.5 കൊല്ലമായി, 1.5 കൊല്ലം കറക്റ്റ്. ഒരു കുട്ടി, ആദ്യമായിട്ട് ഒരു കുട്ടിയാണ് മുത്തിൻ്റെ. കുറേ കാലമല്ലേ ചേച്ചി. ഈ അച്ഛൻ മരിച്ച പ്രാവശ്യം വലിയ 12 വയസ്സിൻ്റെ കുട്ടി മുത്ത് കൊണ്ടുവന്ന്. അച്ഛൻ മരിച്ചില്ല, അച്ഛൻ മരിച്ച അമ്മയില്ല, അമ്മ പോയി. അമ്മ മരിച്ചിട്ടില്ല, അമ്മ ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. എവിടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. അച്ഛൻ മരിച്ചിട്ട് 3 മാസം ആയി. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നാട്ടിലെ അച്ഛല്ല അമ്മല്ല എങ്ങനെ ഉണ്ടായിട്ടാണ് മുത്ത് ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്ന്. അമ്മ നോക്കിക്കൊള്ളാം, ഏട്ടൻ്റെ മോവല് അമ്മ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് മുത്ത് ഏൽപ്പിച്ചിട്ട് വന്നത്. മുത്ത് തന്നെ നല്ല നോക്കിയത്. കുട്ടികളെല്ലാം മുത്താണ് നോക്കിയത്. സ്കൂളിൽ നിന്ന് പോയി, ഇപ്പൊ കഴിയാനായി 2 മാസമല്ലേ. 2 മാസം കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർത്ത് വിടാൻ പറഞ്ഞിട്ട് കേരളം വന്നു. അവിടെ ചേച്ചി വന്നിട്ട് പോകും, 1 മാസം തന്നെ ആയി. അവിടെ നാട്ടിലേക്ക് പോയിട്ട് സ്കൂൾ ചേർത്ത് അവിടെ നിർത്താൻ വേണ്ടി കൊണ്ട. അച്ഛല്ല അമ്മല്ല, എന്താ ചെയ്യാ, ഏട്ടൻ്റെ മോല്ലേ, എന്നിട്ട് അന്യനിൽ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ കൊണ്ടുവന്നു. നല്ല സ്നേഹം ഉണ്ടായിരുന്നു മംഗളം. അതെല്ലാം നല്ല സ്നേഹം ചേച്ചി. ഏട്ടൻ്റെ മോവല്ലേ, നല്ല സ്നേഹം തന്നെ ഉണ്ടാവും. നല്ല ചേച്ചി ചേട്ടാ, ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ല. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോയി, ഭാര്യ പോയി. 2ാമത്തെ കല്യാണം കഴിഞ്ഞിട്ടാ നല്ല സ്നേഹമായിട്ട് കുട്ടി വെച്ചിട്ട് അങ്ങനെ നല്ല സ്നേഹം. സെക്കൻഡ് മാരേജാണ്. നല്ല ഉണ്ടായത് ആളുകൾ, നല്ല സ്നേഹര ഭാര്യ കുട്ടികൾ നല്ല ഉണ്ടായതാ. നല്ല സ്നേഹത്തിൽ ഉണ്ടായത്, നല്ല സ്നേഹത്തിൽ നല്ല ഉണ്ടായത്. ഇന്നലെ എന്തായി സംഭവം എന്തായെന്ന് നമുക്ക് അറിയുന്നില്ല. എല്ലാം മുത്താണ് ചെയ്യുന്നത്. ഇല്ല, എൻ്റെ അമ്മ വീട്ടിലുണ്ടായത്, അമ്മ നോക്കും. വീട്ടിലെ അമ്മ 12 വയസ്സിൻ്റെ കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, 3 ആളുണ്ടായത്. അതെല്ലാം ഇതില്ല ചേട്ടാ, പ്രശ്നമില്ല. ഏതുണ്ടെങ്കിലും നമുക്ക് ഫോൺ വിളിച്ചിട്ട് പറയൂ. നമുക്ക് ഏതെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി നമുക്ക് വിളിച്ചിട്ട് പറയും. അങ്ങനെ ഏതും ഇല്ല.